റിലേഷൻഷിപ്പിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ എന്നത്. ഇത് കേവലം സംസാരിക്കാതിരിക്കൽ മാത്രമല്ല, പങ്കാളികൾ തമ്മിൽ അവരുടെ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് കൃത്യമായി കൈമാറുന്നതിലുണ്ടാകുന്ന പരാജയം കൂടിയാണ്. കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗണിന് കാരണമാകുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഡിമാൻഡ് വിത്ഡ്രോ സൈക്കിൾ. ഇതൊരു ലൂപ്പാണ്. പങ്കാളിയിൽ ഒരാൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേയാൾ അത് അവർക്ക് നേരെയുള്ള ഒരു അറ്റാക്ക് ആയിട്ടാണ് കാണുന്നത്. അതായത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആൾ താൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ കൊണ്ട് പങ്കാളിയെ വിമർശിക്കും. ഇത് കേൾക്കുന്നയാൾ തന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് ധരിച്ച് സംസാരത്തിൽ നിന്നും വിഡ്രോ ചെയ്യുന്നു. എൻഡ് റിസൾട്ട് എന്നത് രണ്ടുപേരുടെയും ഇടയിലുള്ള ഗ്യാപ്പ് വർദ്ധിക്കുന്നു എന്നതാണ്. മറ്റൊന്നാണ് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജോൺ ഗോട്ട്മാന്റെ 4 ഹോഴ്സ്മാൻ കോൺസെപ്റ്റ്. ഇതിൽ പറയുന്നത് 4 ആശയവിനിമയ രീതികൾ നമ്മുടെ ബന്ധത്തെ തകർക്കുമെന്നാണ്. അതിലൊന്നാമത്തേത് ക്രിറ്റിസിസം അഥവാ വിമർശനം. പങ്കാളിയുടെ ഏതെങ്കിലും പ്രവൃത്തിയിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ വിമർശിക്കുന്നതിന് പകരം പങ്കാളിയുടെ മൊത്തം സ്വഭാവത്തെ ആക്രമിക്കുന്നു. രണ്ടാമത്തേത് കണ്ടൻ അഥവാ അവജ്ഞ. പങ്കാളിയെ പരിഹസിക്കുക, അവരെ തരം താഴ്ത്തി കാണുക, പങ്കാളി ഏതെങ്കിലും അവസരത്തിൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ പുച്ഛിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ കണ്ണുരുട്ടി ഒരു മോറൽ സുപ്പീരിയോറിറ്റി കാണിക്കുക. ഇതൊക്കെ ഈ അവജ്ഞയിൽ പെടുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തത് ഡിഫെൻസീവ്നെസ് അഥവാ പ്രതിരോധം. അതായത് സ്വന്തം തെറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിന് പകരം തിരിച്ച് പങ്കാളിയെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ക്രോസ് കംപ്ലൈനിങ് ചെയ്യുക എന്നതാണ് ഡിഫെൻസീവ്നെസ്. അടുത്തത് സ്റ്റോൺ വാളിംഗ് അഥവാ മൗനമതിൽ. പങ്കാളി സംസാരിക്കുമ്പോൾ അവരെ പൂർണ്ണമായും അവഗണിക്കുകയോ റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയാണിത്. ഉയരെ എന്ന സിനിമയിൽ ഇവയെല്ലാം കൃത്യമായി കാണിക്കുന്നുണ്ട്. സിനിമയിൽ നായികയുടെ കരിയർ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നായകൻ നിരന്തരം ആക്രമിക്കുന്നു. നായികയുടെ ഒരു സ്വഭാവത്തെയല്ല, അവളുടെ സ്വപ്നത്തെയും വ്യക്തിത്വത്തെയുമാണ് അയാൾ വിമർശിക്കുന്നത്. ഇത് ക്രിറ്റിസിസത്തിന് ഉദാഹരണമാണ്. അതുപോലെ നായികയുടെ തൊഴിൽപരമായ നേട്ടങ്ങളെയും ആഗ്രഹങ്ങളെയും നായകൻ പുച്ഛിക്കുന്നു. പുച്ഛത്തോടെയുള്ള ചിരി, നോട്ടങ്ങൾ ഒക്കെ അവജ്ഞയുടെ ഭാഗമാണ്. നായകൻ ഒരിക്കലും തന്റെ തെറ്റ് അംഗീകരിക്കുന്നില്ല, മറിച്ച് നായികയുടെ നല്ലതിനു വേണ്ടിയാണ് എന്ന് സ്വയം ന്യായീകരിക്കുകയും അകാരണമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം ഡിഫെൻസീവ്നെസിന്റെ ഉദാഹരണങ്ങളാണ്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ സിനിമ. കൃത്യമായി പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ അവയെ നമുക്ക് പരിഹരിക്കാൻ കഴിയൂ. മെന്റൽ ഹെൽത്ത് കെയർ ആവശ്യമായ സമയങ്ങളിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുക. ഓർക്കുക, ശരിയായ കൗൺസിലിങ്ങിനും തെറാപ്പിക്കുമൊക്കെ നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ മനോഹരമാക്കാൻ കഴിയും. താങ്ക്